വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ. ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ. എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലകണ്ഠന്ന് വെച്ചാ അത് മറ്റാരോ ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങോട്ടുമില്ല. എന്നാ കേറാ. ഇല്ല, പോട്ടെ. അതെന്ത് പറച്ചില്ല മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്കൂ. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലകണ്ഠ പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കേറിക്കേ. മാഷേ, അപ്പു മാഷേ, മാഷിങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ, എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാ? പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പിടിവാശിയുണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീലകണ്ഠ? തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീരുകൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം.